ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് FM ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ അജു. നേരത്തെ പറഞ്ഞു സ്പിരിറ്റിലെ ഒരു തീമിനെ കുറിച്ച്, അതായത് ബ്രേക്കപ്പ് ആയതിനു ശേഷം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ പറ്റുന്നതിനെ കുറിച്ച്. പക്ഷെ ഒരു റിയൽ ലൈഫിൽ ഐ തിങ്ക് പേഴ്സണലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോലും എനിക്ക് താല്പര്യം. ചിലർക്ക് പറ്റും. അജുവിന് പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല പറ്റുന്നു. പക്ഷെ നമ്മളയാളെ അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പറ്റും. എന്റെ കാര്യത്തിൽ എന്റേതെന്ന് വിചാരിച്ചുള്ള ആള് പിന്നെ വേറൊരാളുടെ ആയി കഴിയും. പിന്നെ സമയം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സമയം എല്ലാം മാറ്റിമറിക്കാം. ടൈം ഹീൽസ്. സത്യമാണ്, എന്തും മാറ്റാം. ശരിയാണ്. ഇന്ന് പ്രണയിച്ചിട്ട് ഇന്ന് എനിക്കെല്ലാം ജീവിതമൊക്കെ നഷ്ടപ്പെടുമെന്ന് കരുതുന്നവർ എന്ത് ഒരു 5 വർഷം കഴിയുമ്പോൾ പറയും അവർ ഓർത്ത് ചിരിക്കുന്നുണ്ടാവും. മിസ് കേരള സെക്കൻഡ് റണ്ണറപ്പ് രശ്മി എൻ്റെ അടുത്ത് സംസാരിച്ചു. രശ്മി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ജീവിതം അവസാനിച്ചു. ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ചിരിക്കാണ്, ഞാൻ ഇത്രയും മണ്ടത്തരങ്ങളൊക്കെ ഒന്ന് ചെയ്തല്ലോ എന്ന്. കണ്ടോ, മണ്ടത്തരമൊന്നുമല്ല, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ലൈഫില്. അത് കഴിഞ്ഞിട്ട് മുറിയിൽ അടച്ചിരിക്കുന്നതും പുറത്തിറങ്ങാതിരിക്കുന്നതും ഒക്കെ ലോൺലിനെസ്സിലൂടെ കടന്നു പോകുന്നൊക്കെ ഓരോ ദിവസവും നല്ലതല്ലേ, ഓരോ എക്സ്പീരിയൻസ് അല്ലേ. ഓരോ ദിവസം ഓരോ ലവ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജീവിതം പിന്നെ ഒന്നും പറയണ്ട, വളരെ കളർഫുൾ ആവില്ലേ അങ്ങനെ ചെയ്യാൻ. എനിക്ക് ആക്ച്വലി അങ്ങനെയുള്ളൊരു ഭയങ്കര ആരാധനയാണ്. പിന്നെ ഒരുപാട് എന്താ പറയുക ലവേഴ്സ് ഉള്ളവരോട്, തിരിച്ചും ആൺകുട്ടികളെ മാത്രം ഞാൻ അങ്ങനെ പറയുന്നില്ല, ഒരുപാട് ലവേഴ്സ് ഉള്ള പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, അതൊരു നല്ല ഇതിലെടുക്കുക. ആസ് ലോങ് ആസ് എല്ലാം ലിമിറ്റ്സിലാണെങ്കിൽ, ഈ പറയുന്ന നല്ലൊരു സൊസൈറ്റിക്കോ വീട്ടുകാർക്കോ ഉപദ്രവം ഇല്ലെങ്കിൽ they are enjoying their life. അത് പോട്ടെ, നല്ലല്ലേ. പിന്നെ നല്ലതല്ലേ. ലവ് ബൈറ്റ്സ് കഴിഞ്ഞിട്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം എത്ര അച്ഛനും അമ്മയും അടിയും പത്തലും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ടെന്ന്. എന്തായാലും ഇപ്പോൾ ഒരു പാട്ട് കേൾക്കാം. തിരിച്ചു വരുമ്പോൾ ഇവിടെ റീനു ഉണ്ടാവും, അജു വർഗീസ് ഉണ്ടാവും, പിന്നെ കാണും ടൺ കണക്കിന് റൊമാൻസ്. എനിക്കത്ര ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ്, എന്നാലും ക്ലബ് എഫിമിലെ ലവ് ബൈറ്റ്സിൽ അജു വർഗീസിൻ്റെ അടുത്ത് ഞാനത് ചോദിക്കാം. പണ്ട് നമ്മളെപ്പോഴും ആൺകുട്ടികളെ കുറിച്ച് മാത്രമേ പറയുള്ളായിരുന്നു. അവൻ 2 പേരെ പ്രണയിച്ചു, അവന് 8 ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊരു കുറ്റമല്ല. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നേ? അത് പറ്റില്ല. അതിന് മരുന്നുണ്ടോ? നോ വേ. അപ്പൊ ഇഷ്ടം തോന്നി, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടം തോന്നുക പറയുന്നത് നമുക്ക് വിശക്കുന്നു. എന്തൊരു കമ്പാരിസൺ. നമുക്ക് വിശക്കുന്നു, അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ മനസ്സിൽ നിന്നാണ് ഇഷ്ടം വരുന്നത്. അതിപ്പോ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം അന്നിയും റസൂലും ട്രെയിലർ കാണുമ്പോൾ ആൻഡ്രിയ സിംഗറാണ്, ആൻഡ്രിയോട് ഇഷ്ടം തോന്നില്ലേ? നാച്ചുറലി. അതിപ്പോ എനിക്ക് ആൻഡ്രിയോട് ഇഷ്ടം തോന്നാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരിക്കലും പറ്റില്ല. ജീവിതത്തിൽ ഇപ്പൊ ബസ് യാത്ര ചെയ്യുന്ന ഒരു കോളേജ് ബസ്സിൽ യാത്ര ചെയ്യുന്ന 2 സുഹൃത്തുക്കൾ എല്ലാ ദിവസവും അവർ കാണുന്നു, അവർക്ക് ഇഷ്ടം തോന്നാം. ആ കുട്ടി തന്നെ ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ അവിടെ അപ്പുറത്തെ ക്ലാസ്സിലെ വേറൊരു കുട്ടിയെ കാണുന്നു, ഇഷ്ടം തോന്നാം. എങ്ങനെ ചൂസ് ചെയ്യണം അതൊക്കെ അവരവരുടെ താല്പര്യം. ലവ് ബൈറ്റ്സ് ഒക്കെ പുരോഗമിക്കും തോറും ഞാനും പ്രണയത്തെ കുറിച്ച് പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അജു എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാലും 1 മണി വരെ സമയമുണ്ടല്ലോ. ക്ലബ് എഫിമിലെ ലവ് ബൈറ്റ്സിൽ we will be back after the next couple of songs. Stay tuned for ton കണക്കിന് ലവ്. കേട്ട് മടുത്ത ഒരാക്ഷേപം. ക്ലബ് എഫിമിലെ ലവ് ബൈറ്റ്സിൽ റീനു അജു വർഗീസിന്റെ അടുത്ത് അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ തലമുറയിലെ കുട്ടികൾക്ക് പ്രണയത്തിന് വിലയില്ല, അവർക്ക് പ്രണയം എന്താണെന്നറിയത്തില്ല. പക്ഷെ ലവ് ബൈറ്റ്സ് ഞാൻ കാണുന്ന എല്ലാവർക്കും പ്രണയത്തിന് വില അറിയാമല്ലോ അജു. നമ്മൾ ഒരാളെ ഭയങ്കരമായി ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവിടെ എല്ലാം ബ്ലൈൻഡ് ആവാണ്. അതായത് ഭയങ്കരമായ എന്തിനും സാക്രിഫൈസിന് റെഡി ആവാണ് 2 സൈഡ്. ഫാമിലിയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഫ്യൂച്ചറിൽ. പക്ഷെ ലവ് ബ്ലൈൻഡാന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി ഫോളോ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ബ്ലൈൻഡ് എനിമോർ. അൺകണ്ടീഷണൽ ആക്സെപ്റ്റൻസ് ഡസൻറ്റ് ഹാപ്പൻ ഇല്ലേ? അല്ല, ലവ് ബ്ലൈൻഡ് ആയാൽ മാത്രമേ അത് ലവ് ആവുള്ളൂ. അപ്പൊ ആ ലിമിറ്റേഷൻസും ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് ഗെറ്റ് ബ്ലൈൻഡ്. അതെ. പക്ഷെ പറച്ചിലിൽ മാത്രമാണ് നമുക്ക് അത്രയും ബ്ലൈൻഡായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. റിയൽ ലൈഫിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്കതറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് എഫിമിലെ ലവ് ബൈറ്റ്സിൽ റീനു ആൻഡ് അജു വർഗീസ്. അടുത്ത പാട്ടിലേക്ക് പോവാം. തിരിച്ചു വരുമ്പോഴേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. You are tuned to Kerala's number 1 FM, Club FM. This is Love Bites. ഞാൻ റീനു and I have അജു വർഗീസ് with me. അജു, പ്രണയിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ലവ് ബൈറ്റ്സ് കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കാറുള്ള പ്രോഗ്രാമാണ്. താങ്ക് യു സോ മച്ച്. അജു, അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താ? ഈ ഒരു കാലഘട്ടം അല്ലേ, അവരിപ്പോൾ കടന്നു പോകുന്ന കാലഘട്ടമാണ്, അതിമനോഹരമായ ഒരു സ്റ്റേജാണ്. ഇതിന്റെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ലൈവ്ലിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയുക പിണക്കങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അല്ല മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റേയാളെ നേരത്തെ അറിയിക്കുക.
അതെ. അല്ലാതെ ഒരു ലെങ്തി ഒരു ടൈം എടുത്ത് അവസാനം അതിന്റെ ഒരു പെയിൻ കൂട്ടാതിരിക്കുക. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? സാധാരണ എത്ര മണിക്കാണ് ഉറങ്ങാറ്? 3 മണി, 2-2:30. അപ്പൊ ഇന്ന് വളരെ നേരത്തെ ഉറങ്ങാം. എന്താ ലവ് ബേറ്റ്സ് കഴിയുന്ന ഉടനെ ഉറങ്ങാം. അങ്ങനെ. അപ്പൊ അർജു, താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ ടൈം വിത്ത് മീ. താങ്ക് യു സോ മച്ച്. എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നന്ദി. നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.